സാർ ഇപ്പോൾ ഒരു ജെൻസി യുഗമാണ്. അപ്പം പുതിയ കാലത്തിൻ്റെ ഭാഷ പഴയ തലമുറയിലുള്ളവർക്ക് മനസ്സിലാകാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. സിവിൽ സർവീസിൽ ആ ഒരു മാറ്റം ഫീൽ ചെയ്യാറുണ്ടോ സർവീസിനുള്ളിൽ? ഞാൻ എന്തായാലും ജെൻസി കൂട്ടത്തിനകത്ത് വരുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 90s കിഡ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. പക്ഷേ സിവിൽ സർവീസിലും ആ ഒരു മാറ്റം ചെറിയ തോതിലെങ്കിലും വരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ജെൻസിയിലുള്ള ആൾക്കാർ സർവീസിലേക്ക് വരുന്നേ ഉണ്ടാകുകയുള്ളൂ. പക്ഷേ കൂടുതൽ യങ് ആയിട്ടുള്ള ആളുകൾ സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലും ആ ഒരു മാറ്റം നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ പഴയ രീതിയിലുള്ള ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള എങ്ങനെ പരാതി പരിഹാര സംവിധാനങ്ങളോ അല്ല നമുക്കിപ്പോൾ നിലവിലുള്ളത്. ആളുകളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകാൻ ഇപ്പോൾ എല്ലാവരും ശ്രമിക്കാറുണ്ട്. മാത്രമല്ല റെസ്പോൺസ് ടൈമും, പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയൊക്കെ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പരാതി നൽകി കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസും ആളുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റെസ്പോൺസ് ടൈം കുറച്ചുകൊണ്ട് എത്രയും വേഗം പരിഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഈ ഒരു രീതിയിൽ കാണുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ജെൻസി കുട്ടികളെന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ്. അത് ചോദ്യം ചോദിക്കാൻ കഴിവുള്ള, പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കാൻ കഴിവുള്ള ഒരു യുവതലമുറയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പഴയ അതായത് ഇപ്പോൾ ഒരു പോലീസുകാരനെയോ അല്ലെങ്കിൽ IAS ഒക്കെ കാണുമ്പോൾ എണീച്ച് നിന്ന് ബഹുമാനിക്കുന്ന തരത്തിലുള്ള ആ ഒരു ബഹുമാനം ഇപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷേ വേറൊരു തരത്തിലാണ് അവരിപ്പോൾ ഒരു ബഹുമാനം നൽകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളും തീർച്ചയായിട്ടും മാറണം, ഇല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റവും പഴഞ്ചനായി പോകുമെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ.